സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പ്രൊക്കാസ്റ്റിനേഷൻ എങ്ങനെ മാറ്റാമെന്നുള്ളതിലാണ്. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു. ഇത് ജസ്റ്റ് ഒരു മടി മാത്രമല്ല, കാരണം ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയൊരു ഹാബിറ്റാന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഇതിനൊരു നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ ഓൾറെഡി അതിനൊരു റെസിസ്റ്റൻസ് കാണുമല്ലോ. ആ റെസിസ്റ്റൻസ് കാരണം നിങ്ങൾ മാറ്റി പിന്നത്തേക്ക് പിന്നെ നടക്കത്തില്ല. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. നിങ്ങളൊരു ടാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര തീയതിക്കുള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഒരു പ്രഷർ വരത്തുള്ളൂ. പ്രഷർ വന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കത്തില്ല. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾക്ക് വലിയൊരു ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. വലിയൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിങ്ങനെ ചെറിയ ചെറിയ ടാസ്ക്കായിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുണ്ട്, ഒരു യൂണിറ്റ് ഫുള്ള് പഠിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങളതിൽ ഒരു ചാപ്റ്റർ എടുക്കുക, എന്നിട്ട് അതിലൊരു പോർഷൻ എടുക്കുക. ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിക്ക് ഷോർട്ടായിട്ട് ഓരൊറ്റ ക്വസ്റ്റ്യനെയും തുടങ്ങണം. അപ്പം ഈ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പയ്യെ മൊമെൻറ്റം ബിൽഡായിക്കോളും. മൊമെൻറ്റം ബിൽഡായാൽ പിന്നെ എല്ലാം സ്മൂത്തായിട്ട് പൊക്കോളും. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. സിമ്പിൾ ട്രാക്കർ ഉപയോഗിക്കുക. നിങ്ങളപ്പം ഇപ്പം ചെക്ക് ലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ഇങ്ങനെ ചെക്ക് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് പോയാൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു മെൻ്റലി ഇങ്ങനെ അഫർമേഷൻ വരും. നിങ്ങളിത് ഇത് പാടായിട്ട് ഈ ടാസ്ക് നിങ്ങൾ ചെയ്തെന്നുള്ളൊരു അഫർമേഷൻ വരും തലയിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സ്റ്റോപ്പ് പ്രൊക്കാസ്റ്റിനേഷൻ ആൻഡ് സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻ.